കൊല്ലങ്കോട് തൂക്ക മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് കെ പി സുരേഷും ശില്പയുമാണ് നമുക്കൊപ്പം ചേർന്നത്. അവരിലേക്ക് രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലങ്കോട് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ മഹോത്സവം അതിഗംഭീരമായി കൊണ്ടാടപ്പെടുകയാണ്. ഇന്നാണ് പ്രഖ്യാതമായ ചരിത്രപ്രസിദ്ധമായ തൂക്ക നേർച്ച നടക്കുന്നത്. ജനസഹസ്രങ്ങളാണ് ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ ശില്പ? അതെ അതെ, ഭദ്രയും രുദ്രയും ഒരുമിച്ച് കുടികൊള്ളുന്ന അതെ, രണ്ട് ഭാവങ്ങളിലാണ് രണ്ട് മുടികളിൽ സ്ഥിതി ചെയ്യുന്നു. ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ രണ്ട് ഭാവങ്ങളിൽ കുടികൊള്ളുന്ന അമ്മ രണ്ട് ക്ഷേത്രങ്ങളിലാണ്, രണ്ട് മുടിപ്പുരകളിലാണ് വസിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേങ്ങഞ്ഞി മുടിപ്പുര എന്നാണ് പറയുന്നത്. ഇവിടെ ഇത് ഉത്സവ ക്ഷേത്രമാണ്. ഈ ഉത്സവത്തിന്റെ സമയത്ത് ഈ 10 ദിവസം മാത്രമാണ് ഇവിടെ ഈ ഉത്സവം നടക്കുന്നത്. വട്ടവിള ക്ഷേത്രത്തിലാണ്, മഹാക്ഷേത്രത്തിലാണ് ദേവി മറ്റ് ദിവസങ്ങളിൽ കുടികൊള്ളുന്നത്. സാധാരണയുള്ള പൂജ വഴിപാടുകളുമൊക്കെ ആ ക്ഷേത്രങ്ങളിലാണ്. ഈ 10 ദിവസമാണ് ഇന്ന് വരെയുള്ള ഈ 10 ദിവസമാണ് അമ്മ കൊല്ലങ്കോട് അമ്മ ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളി ഇവിടെ ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ നേടുന്നത്. ഇന്ന് അമ്മയുടെ പിറന്നാൾ സുദിനം കൂടിയാണ്. വീരഭരണി ദിവസമാണ് അമ്മയുടെ പിറന്നാൾ ദിവസം. ആ ദിവസമാണ് ഈ പ്രഖ്യാതമായ തൂക്ക നേർച്ച നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വില്ലിലൂടെ ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തൂക്കക്കാർ എത്തുന്നത്. ഈ വർഷം 1124 കുഞ്ഞുങ്ങളെയാണ്. നമുക്കറിയാം ഇങ്ങനത്തെ ആചാരങ്ങൾ തിരുവനന്തപുരം ഭാഗത്താണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഞങ്ങൾ പാലക്കാട്ടേക്കൊക്കെ വരുമ്പോ ഈ തൂക്ക നേർച്ചയൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ വന്ന് ഈ നേർച്ചയും ഈ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു ആശ്ചര്യമുണ്ട് എന്നുള്ളത് കൂടിയാണ്. കാരണം അതോളം ദൈവികമായിട്ടുള്ള ഒരു ആചാരം. അമ്മയ്ക്ക് വേണ്ടി തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടമെല്ലാം അമ്മയോട് പറഞ്ഞ് അമ്മ സാധിച്ചു തന്നപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അനവധി ഭക്തരാണ് ഓരോ വർഷം ഒഴുകിയെത്തുന്നത്. കൂടാതെ തമിഴ്നാടിന്റെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും. ഇപ്പോൾ ഇത് നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് 36 കിലോമീറ്റർ മാത്രമാണ് ഈ ദേശത്തേക്കുള്ള, ഈ തീരദേശത്തേക്കുള്ളത്. ഇവിടെ മലയാളികളാണ് അധികവും, മലയാളം സംസാരിക്കുന്ന. അതെ അതെ അതെ, ഒരു നമുക്ക് ഇവിടെ വരുമ്പോഴും നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഒരു ഭൂപ്രദേശത്ത് വന്ന ഒരു അനുഭൂതിയാണ്. കാരണം എല്ലാവരും മലയാളം സംസാരിക്കുന്നു. മലയാളത്തിൻ്റെതായ ഒരു സാംസ്കാരിക തനിമ, ഒരു കൾച്ചറാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തീരദേശ ഗ്രാമത്തിൽ കുടികൊള്ളുന്ന ഈ അമ്മയുടെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ജാതി മത ഭേദമന്യേ അനുഗ്രഹം ചൊരിയുന്ന അമ്മയാണ്. എന്ത് ചോദിച്ചാലും വാരിക്കൂരി നൽകുന്ന അമ്മ. പണ്ട് കാലത്ത് ഈ ജാതിഭേദ വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലത്തും എല്ലാ ജാതിഭേദ പദമന്യേ ആളുകളെ ചേർത്തു പിടിച്ചിരുന്ന അമ്മയാണ്. അതെ അതെ, നമ്മൾ സംഘാടകരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ക്ഷേത്രപ്രവേശന വിളംബരം, ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുന്നേ തന്നെ ആ സമയത്തൊക്കെയും താണജാതിക്കാർക്ക്, മറ്റ് മതസ്ഥർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ എല്ലാ ജാതിക്കാർക്കും, എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ആ ക്ഷേത്രത്തിൽ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരു തൂക്കവില്ലിനും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഏറ്റവും 40 അടി ഉയരത്തിലുള്ള തൂക്കവില്ലാണ് കൊല്ലങ്കോട് അമ്മയുടേത്. കാരണം അത്രത്തോളം വലിപ്പമുള്ള തൂക്കവില്ല എവിടെയും ഇല്ല. ഇവിടെ മറ്റേത് ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കില്ല. 4 കുഞ്ഞുങ്ങളെ ഒരേ സമയം ാണ് മറ്റൊരു പ്രത്യേകത. അതെല്ലാ ക്ഷേത്രങ്ങളും നമുക്ക് 2 കുഞ്ഞുങ്ങളെയാണ് ഒരേ സമയം അമ്മ നടന്നത് കാണാറുണ്ട്. 4 കുഞ്ഞുങ്ങളാണ് ഒരേ സമയം തൂക്കവില്ലേറാനെത്തുന്നത്. അതോളം പ്രത്യേകതയുള്ള സുരക്ഷിതമായ ഒരു തൂക്കവില്ലാണ് കൊല്ലങ്കോടിൻ്റെത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതെ, നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു ആശങ്ക ഉണ്ടാകാം, ഒരുപക്ഷെ മനസ്സിലൊരു പേടി ഉണ്ടാകാം. അയ്യോ, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും ഉയരത്തിലേക്ക് ഈ തൂക്കക്കാർ ഉയരുന്നു, ഈ വില്ല് ഉയരുന്നു.
എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ടാകും. പക്ഷേ ഒരു ഭയപ്പാടിനെയും ആവശ്യമില്ല. കാരണം അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ തൂക്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മഹോത്സവം തുടങ്ങിയതിന്റെ 7ാം ദിവസം മുതൽ ഇവിടെയാണ് താമസിക്കുന്നത് അല്ലേ? ശാരീരികവും മാനസികവുമായി അവർ തയ്യാറാവുകയും ശാരീരികമായിട്ടുള്ള എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് അത്രത്തോളം ആരോഗ്യവാന്മാരായ ആളുകൾ തന്നെയാണ് ഇതിലേറാൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം നമുക്ക് വിശ്വാസത്തോടെ എല്ലാ ഭക്തിയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ മക്കൾ സുരക്ഷിതരാണ് എന്നുള്ള വിശ്വാസത്തോടെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ആചാരമാണ് എന്നുള്ളത്. അതെ, അപ്പം ശില്പ ഈ രഥത്തിന്റെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഓരോ ദിവസവും പരിശോധിക്കുന്നു. ഇന്ന് ഈ തൂക്ക നേർച്ച രാവിലെ 6:30 മുതലാണ് തുടങ്ങിയത്. ഇന്നലെ വൈകിട്ടോടെ ഈ വണ്ടിയോട്ടം എന്ന് പറയുന്ന ചടങ്ങുണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായത്. അത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായിട്ട് കൂടിയാണ് അത്തരത്തിലുള്ള ഈ വലിയോട്ടം ഉണ്ടായത്. അതായത് ഇതിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിന്റെ ബലം ഉറപ്പിക്കുന്ന രീതിയിൽ, കാരണം ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല, ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. അത്രത്തോളം എഞ്ചിനീയേഴ്സൊക്കെയും ഉറപ്പുവരുത്തി, സാങ്കേതിക വിദഗ്ധരടക്കം ഇതിന്റെ ബലം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ 6:30 മുതൽ ഇത്തരത്തിലുള്ള ഈ വില്ലിൽ തൂക്ക ചടങ്ങ് നടക്കുന്നത്. അതെ, 4 കുട്ടികളാണ് ഒരു തവണ അമ്മയെ വലം വെക്കുന്നത്. 287ഓളം തവണയോളം ഈ വണ്ടി അമ്മയെ വലം വെക്കും എന്നുള്ളത്. അതെ അതെ, ഒരു മണിക്കൂറിൽ ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നതിന് ഏകദേശം 15 മുതൽ 19 ഈ രഥം, ഈ വണ്ടി ഇതിൽ പ്രദക്ഷിണം വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ 1124 കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട്, ഈ തേര് ഉയർന്ന് കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചയോടെ അല്ലേ, ഇന്ന് അർദ്ധരാത്രിയോടെ, ഒരുപക്ഷെ നാളെ പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കുക. കാരണം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ടത്. കാരണം ഈ കുഞ്ഞുങ്ങളെ വില്ലിൽ തൂക്കുന്നതിന് മുമ്പ് അതിന്റെ ബെൽറ്റ് കെട്ടി അതിന്റെ അത്രയും ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അടക്കം നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും ഒരുക്കിയിട്ടാണ് ഈ തൂക്കക്കാരുടെ കൈകളിലേക്ക് ആ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നത്. അമ്മയെ കുറിച്ച് പറയാൻ ഏറെയാണ് എന്നുള്ളതാണ്. കാരണം ഭദ്രയും രുദ്രയും എന്ന് പറയുമ്പോൾ ഭാവവും ഉണ്ട്, എന്നാൽ അമ്മയുടെ ഭാവവും ഉണ്ട്. അതും ഇവിടെ മുടികളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. 2 തിരുമുടികളുള്ള ക്ഷേത്രമാണ്. ഈ 2 മുടികളും എഴുന്നള്ളുന്ന കാഴ്ച നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു. ഇതൊരു മനോഹാരിതയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ആത്മീയ നിർവൃതി നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു എന്നുള്ളതല്ലേക്ക് പി. അതെ, അത് തന്നെയാണ് ഈ ഭദ്ര രുദ്ര എന്നീ 2 ഭാവങ്ങൾ. നമുക്കറിയാം, ഭദ്ര എന്ന് പറയുമ്പോൾ ഒരു സംഹാരം അല്ലെങ്കിൽ ആ രീതിയിലാണ്. രുദ്ര എന്ന് പറയുമ്പോൾ ചേർത്ത് വയ്ക്കുന്ന ഒരു മാതൃഭാവമാണ്. ഇങ്ങനെ അമ്മ 2 ഭാവങ്ങളിലും ഈ ഒരു കുടികളിൽ കുടികൊള്ളുന്നു, ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന അമ്മയായും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുന്ന അമ്മയായും 2 ഭാവങ്ങളിൽ അമ്മ കുടികൊള്ളുമ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ആ വൈകാരികമായ വായ്പോടുകൂടി തന്നെയാണ്, വൈകാരികമായ ഭാവത്തോടു കൂടിയാണ് ഓരോ വിശ്വാസികളും എത്തിച്ചേരുന്നത്. കാരണം അമ്മ നമ്മൾ തെറ്റ് ചെയ്താൽ അമ്മ ശിക്ഷിക്കും. അതേസമയം തന്നെ നമ്മൾ നന്മ ചെയ്താൽ, നല്ലത് ചെയ്താൽ അമ്മ എല്ലാ തരത്തിലും കൂടി ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം. രാവിലെ തന്നെ ഒരുപാട് ജനങ്ങളാണ് അമ്മയുടെ പിന്തുണയിലേക്ക്. ശില്പ, ഏകദേശം ഈ ഒരു ദിവസം 10 ലക്ഷത്തോളം പേർ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘാടകർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കഴിഞ്ഞ തവണത്തെ കണക്ക് പ്രകാരം ഏകദേശം 10 ലക്ഷത്തോടടുത്ത്. ഇപ്രാവശ്യം അതിനേക്കാളും അധികം. കാരണം ഓരോ ദിവസവും ഓരോ വർഷവും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവാണ്. അത് പല ദൂരങ്ങളിൽ നിന്നും, പല ദേശങ്ങളിൽ നിന്നും, ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അതീതമായിട്ട് തന്നെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര ആൾക്കാർ, എത്ര ജനലക്ഷങ്ങൾ, ഭക്തലക്ഷങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാലും അവർക്ക് യാതൊരു തരത്തിലുള്ള പരിഭവങ്ങളുമില്ലാതെ അമ്മയെ വന്ന് കണ്ട് മടങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങൾ. സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഒരുപാട് മുസ്ലിം കുടുംബങ്ങളാണ് കുഞ്ഞുങ്ങളുണ്ടായ സന്തോഷത്തിൽ ഇവിടെ അമ്മയ്ക്ക് മുന്നിൽ തൂക്ക നേർച്ചയ്ക്ക് എത്തുന്നത്.
അവിടെ മതമോ ഒന്നും വിഷയമല്ല. അവിടെ അമ്മയോടുള്ള സ്നേഹമാണ്, തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിൽ അമ്മയോട് പറയുന്ന സന്തോഷങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, അമ്മയോടുള്ള ആ ഒരു വിശ്വാസം, അമ്മയിലെല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളും അല്ലെ. അമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ച് ജീവിതത്തിന്റെ ആ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണോ, സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയും അനുഗ്രഹിച്ചു തരും ഈ കൊല്ലങ്കോട് അമ്മ. അതുകൊണ്ട് തന്നെയാണ് കൊല്ലങ്കോട് അമ്മയെ വിളിച്ച് പറഞ്ഞാൽ വേറൊന്നും നമുക്ക് ജീവിതത്തിനെ കുറിച്ച് ആദ്യം വേണ്ട, എല്ലാം അമ്മയുടെ അനുഗ്രഹമായി കൂടി ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം. അത് ശില്പ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അമ്മയുടെ മുന്നിൽ വന്ന് കുഞ്ഞുങ്ങളുണ്ടായാൽ കുഞ്ഞുങ്ങളായി തിരിച്ചു വന്ന കഥകളുണ്ട്. അതിൽ മെഡിക്കൽ എക്സ്പെർട്ട് ഉണ്ട് എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം വിശ്വാസമുള്ളതാണ് അമ്മയോടുള്ള സ്നേഹം എന്നുള്ളതല്ലേ. അതെ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ തൂക്ക നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ നേർന്ന മാതാപിതാക്കളുമായി സംസാരിക്കാനുള്ള ഒരു അവസരം വന്നപ്പോൾ ഒരു ദമ്പതിമാർ പറഞ്ഞത്, നിങ്ങൾക്ക് 10 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു, പല ചികിത്സകളും നടത്തി, പക്ഷേ അങ്ങനെ പല കാത്തിരിപ്പുകളും നടത്തി, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായില്ല. പക്ഷേ ഈ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് പറയുകയാണ്, ഞങ്ങൾ കരഞ്ഞു പറയുകയാണ്, കാരണം ജീവിതത്തിന്റെ പ്രതീക്ഷാനിർഭരമായ ഒരു നല്ല നാളേക്കായി ഒരു കുഞ്ഞ് വേണം. അങ്ങനെ 1 വർഷം തികയുന്നതിന് മുമ്പേ അത്തരത്തിലുള്ളൊരു സന്താന സൗഭാഗ്യമുണ്ടായി. ഞങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ട് 22-ാം തീയതി ഇവിടത്തേക്ക് വരികയാണ്, തൂക്ക നേർച്ചയ്ക്ക് വരികയാണ് എന്ന് അവർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. അത് തന്നെയാണ് ശില്പ പറഞ്ഞതുപോലെ തന്നെ ആ വിശ്വാസം തന്നെയാണ് വലുത്. അമ്മയുടെ ആ ഭക്തി തന്നെയാണ്, അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് വലുത്. മറ്റെല്ലാറ്റിനും മുകളിൽ ആ ഭക്തിയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ് അല്ലെ. ആ സത്യത്തിന്റെ നേർസാക്ഷ്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറയുന്നുണ്ട് ഓം കാളി ജയ് കാളി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആയിരക്കണക്കിന് ആളുകൾക്കും അതേ ഒരു ആത്മീയ പ്രകൃതി തന്നെയാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത്. അതെ, ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രധ്വനികളാണ്. ആ മന്ത്രധ്വനികളോടെ തന്നെയാണ് ഇവരൊക്കെയും ഈ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നതും അമ്മയെ കാണുന്നതും ഈ വില്ലിൽ തൂക്കത്തിൽ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും. അങ്ങനെ ആത്മസമർപ്പണം നടത്തി അല്ലെ, ആത്മസാക്ഷാത്കാരത്തോടു കൂടി ആ നിറഞ്ഞ മനസ്സോടുകൂടി ഈ കൊല്ലങ്കോട് എന്നുള്ള തീരദേശ ഗ്രാമത്തിൽ നിന്നും അവർ യാത്ര പറയുകയും ചെയ്തു. പിന്നീട് ഓരോ വർഷവും അമ്മയെ കാണാൻ വരും, ഞങ്ങൾ എത്തിച്ചേരും എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ തന്നെയാണ് അവർ മടങ്ങുന്നത്. കാരണം ഈ ഒരു ദേശത്തിന്റെ ഒരു ആതിഥ്യ മര്യാദ വലിയ അളവിൽ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ശില്പ. കാരണം കേരളത്തിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട്, പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമാണ്, മലയാളികൾ അധിവസിക്കുന്ന തമിഴ്നാടിന്റെ ഒരു ഭാഗമാണ്, മലയാളത്തിൻ്റെതായ ഒരു സാംസ്കാരിക തനിമ മാത്രമല്ല ഭൂപ്രകൃതി പോലും മലയാളികൾ കേരളത്തിൻ്റെതാണ്. ദ്രാവിഡ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പം തന്നെ കേരളം തനിമ അതുപോലെ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് നമ്മുടേത്. ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വില്ലുമംഗലം സ്വാമികള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം മടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 2 സാളഗ്രാമം ഇവിടുത്തെ ഒരു നമ്പൂതിരിക്ക് കൊടുക്കുന്നത്. പിന്നീട് ആ സാളഗ്രാമം അവിടെ ആൺകുട്ടികളില്ലാതെ വന്നപ്പോൾ അവർ കിണറ്റിൽ ഉപേക്ഷിച്ചു എന്നും പിന്നീട് അത് കണ്ടെടുത്തതിന് ശേഷമാണ് ഇവിടെ പത്നിയും രുദ്രയുമായി പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നുമാണ് ഐതിഹ്യം. അപ്പൊ അത്രത്തോളം പത്മനാഭസ്വാമിയുമായി ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഐതിഹ്യം കൂടി കൊല്ലങ്കോടിനുണ്ട് എന്നുള്ളത്. അതെ, അത്തരത്തിൽ ഐതിഹ്യ തനിമ, ഐതിഹ്യ പെരുമയുള്ള ഒരു ക്ഷേത്രമാണ്. മറ്റൊന്ന് ചിലപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ വാത്തിമാരാണ് നിത്യപൂജ ചെയ്യുന്നത് എന്നാണ്. അതായത് കൊല്ല സമുദായത്തിൽപ്പെട്ട വാത്യമാരാണ്, പൂജാരിമാരാണ് ഇവിടെ നിത്യപൂജകളൊക്കെ ചെയ്യുന്നത്. അതായത് ഓരോ മാസത്തിലെയും ഭരണി നാളിൽ മാത്രമാണ് ബ്രാഹ്മണ സമുദായത്തിലുള്ള ആൾക്കാർ ഈ പൂജാവിധികളിൽ പങ്കെടുക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും എല്ലാ പൂജകളും നടത്തുന്നത് കൊല്ല സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ വാത്യമാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ പുറത്തെഴുന്നള്ളത്ത്, ദേവിയുടെ പുറത്തെഴുന്നള്ളത്തുമായി ആ തിരുമുടി ശിരസ്സിലേറ്റ് പ്രത്യേക താളത്തിൽ അവർ ആ ഒരു പ്രദക്ഷിണം വയ്ക്കുന്നത് അവർ വാത്യമാരാണ്, കൊല്ല സമുദായത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ ജാതിക്ക് ഉപരിയാണ്, മതത്തിനുപരിയാണ് അമ്മയുടെ സ്ഥാനം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതെ, ഈ തൂക്ക നേർച്ചയ്ക്ക് ആ പ്രാർത്ഥനയോടെ വന്ന മാതാപിതാക്കളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പേരെന്താണ്? പേര് അഭിനന്ദനാണ്.
ഇവിടെ വീട് അടുത്ത് തന്നെയാണോ? ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന നേരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം നേർന്നതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. നമ്മൾ ആഗ്രഹ സാധനം നടന്നതുകൊണ്ടാണ് നമ്മൾ. അതെ അല്ലേ? ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഒരു മനസ്സിലൊരു ഇതുണ്ട്. കാരണം ഇത്രയും ഉയരത്തിലാണ് ഈ കുഞ്ഞിനെ തൂക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയോ ആശങ്കയോ ഉണ്ടായിരുന്നു? യാതൊരു തരത്തിലുള്ള പേടിയില്ല. നമ്മളെ കുഞ്ഞിനെ അമ്മയിലേക്ക് സമർപ്പിച്ചിട്ടാണ് നമ്മൾ. യാതൊരു തരത്തിൽ ആ ഒരു പേടിയൊന്നും ഇല്ല. കാരണം ക്ഷേത്ര കമ്മിറ്റി ആയിരുന്നാലും അത്രയും തരത്തിലുള്ള സേഫ്റ്റി ഉറപ്പാക്കിയിട്ടാണ് അവർ നടത്തുന്നത്. അത്തരത്തിൽ തന്നെയാണ്. അമ്മയ്ക്ക് മുന്നിലാണ് വന്നിരിക്കുന്നത്. അമ്മയ്ക്കാണ് എല്ലാം സമർപ്പിച്ചിരിക്കുക. പിന്നെ ഒരു പേടിയും വേണ്ട, ഒരു ആധിയും വേണ്ട അല്ലേ? ഇല്ല, അതെ. അമ്മയുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ സമർപ്പിച്ചു. നമ്മൾ ഈ 7 ദിവസം നമുക്കൊരു പേടിയില്ല. അതെ അതെ, അമ്മയോട് കൂടി ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ അമ്മയ്ക്ക് പുരുഷനേക്ക് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എങ്ങനെയാണ്? വികാരം വേറെ ഒന്നുമില്ല. എന്റെ മോൻ നന്നായിരിക്കണം, അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയല്ലേ, അത്രേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞിനെ ഇത്രയും മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് പേടി തോന്നാറുണ്ടോ? പേടിയല്ല, എന്താ പറയാ, ആ ഒരു ഇത് പറയാൻ പറ്റത്തില്ല. അതായത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ ഒരു സന്തോഷമില്ല. കാരണം അമ്മയ്ക്ക് മുന്നിലേക്കാണ് കുഞ്ഞിനെ കൊടുക്കുന്നത്. ആ ഉയരങ്ങളിൽ എത്തുമ്പോഴും ഒരു തരത്തിലുള്ള പേടിയും ആശങ്കയും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഇല്ല. അപ്പം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, പേയാട് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ, ഒരുപാട് ആൾക്കാർ വരും അമ്മയെ കാണാനും ഒരുപാട് നേർച്ചകൾ നേരാനും എല്ലാം. അത് തന്നെയാണ് ശില്പ ഇവർ പറഞ്ഞതുപോലെ തന്നെ കേട്ടവർ കണ്ടവർ അവർ പിന്നീടും ഇവിടത്തേക്ക് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വരികയാണ്. ഇവിടെ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഈ സന്താന സൗഭാഗ്യം ഇല്ലാതെ വിഷമിക്കുന്നവരാണ് ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വന്ന് അമ്മയ്ക്ക് മുന്നിൽ എല്ലാം സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് ഈ പ്രാർത്ഥന നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഫലിച്ചതിന് ശേഷം അമ്മയുടെ മുന്നിലേക്ക് ഈ കുഞ്ഞുങ്ങളുമായി എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ പ്രായപരിധിയിലും ഈ തൂക്ക വില്ലിൽ സമർപ്പണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. 91 ദിവസം മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ വില്ലിൽ തൂക്കുന്നത്. അതിൽ ആ സമയത്ത് എത്തിച്ചേരാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിലും പ്രായക്കൂടുതലുള്ള കുഞ്ഞുങ്ങളെ ഈ സമയത്ത് ഇവിടെ വന്ന് അമ്മയുടെ തിരുസന്നിധിയിലേക്ക് നിർത്തുകയാണ്, പ്രാർത്ഥനയോടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 91 ദിവസം മുതൽ 1 വയസ്സ് വരെയുള്ള 1124 കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ ഈ വർഷം. ഓരോ അച്ഛനും അമ്മയ്ക്കും ഓരോ കഥകളാണ് പറയാനുള്ളത് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം സബലീകരിച്ചതിന്റെയും. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് കല്യാണം നടക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് കല്യാണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു വരനെ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. തൂക്കത്തിന് നേരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ സന്താനം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല വരനെ ലഭിക്കാൻ വേണ്ടിയിട്ടും ജീവിതത്തിലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥനകൾ പലവിധമാണല്ലോ അല്ലെ? അങ്ങനെ പലവിധ പ്രാർത്ഥനകളോടെ ഇവിടെ ആൾക്കാർ വരുന്നു. അവരൊക്കെയും വന്നു ചേർന്നവരൊക്കെയും ഒരിക്കലും നിരാശരാകുന്നില്ല. അവരൊക്കെയും പ്രാർത്ഥനകളുടെ ആ ഒരു സിദ്ധി, ആ ഒരു വരം, അമ്മയുടെ അനുഗ്രഹം ലഭിച്ച സന്തോഷത്തോടെയാണ്, നിറഞ്ഞ മനസ്സോടെയാണ് ഇവിടെ നിന്നും യാത്ര പറയുന്നത്. ഇതാ ആ വില്ലിൽ തൂങ്ങുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 40 അടി ഉയരത്തിലാണ് ഈ തൂക്കക്കാർ കുഞ്ഞുങ്ങളെയും 4 തൂക്കക്കാരാണ്. 4 തൂക്കക്കാരുടെയും കൈകളിൽ 4 കുഞ്ഞുങ്ങളാണുള്ളത്. അവരെ നെഞ്ചോട് ചേർക്കുന്നു, ഹൃദയത്തോട് ചേർത്ത് തന്നെയാണ് ഈ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. അമ്മയാണ് അവർക്ക് ശക്തി പകരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ അതെ അത്ഭുതമാണ്. കാരണം ഇത്രയും ഉയരത്തിലെത്തുമ്പോഴും കുഞ്ഞുങ്ങൾ കരയുന്നില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ആ ഒരു ചുണ്ടിൽ പോലും മുഖത്ത് പോലും ഒരു പാൽ പുഞ്ചിരിയാണ്, നിറഞ്ഞ സന്തോഷമാണ്. കാരണം
നെഞ്ചോട് ചേർക്കുന്നത് അമ്മയാണ് അല്ലേ? അമ്മയുടെ കൈകളിലാണ് ഞങ്ങളുള്ളത്, അത്രത്തോളം ഭദ്രമാണ് ഞങ്ങൾ എന്ന് ആ കുഞ്ഞു മനസ്സുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ അനുഗ്രഹത്തോടെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത് അല്ലേ? അതെ, ഉറപ്പായിട്ടും. കാരണം ഇവിടെ നമ്മൾ ഈ തൂക്കക്കാരി കുഞ്ഞുങ്ങളെ പിടിക്കുന്ന രീതി കാണുമ്പോൾ നമുക്കറിയാം അവർ എത്രത്തോളം കരുതലോട് കൂടിയിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അത്രയും സുരക്ഷിതത്തോടു കൂടി, ഉത്തരവാദിത്വത്തോടു കൂടി, അല്ലെങ്കിൽ അമ്മയോടുള്ള പൂർണ്ണമായ ഒരു അർപ്പണത്തോടു കൂടിയിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെ ഉയരങ്ങളിൽ എത്തിയാലും നമ്മൾ ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചിരിച്ച മുഖത്തോട് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, കരഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ കുറച്ചാണ് ഉള്ളതാണ്. അവർക്ക് ഈ തൂക്കക്കാരുടെ കൈകളിലേക്ക് അവരെ ഏൽപ്പിക്കുന്നത് വരെ അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും എല്ലാ തരത്തിലും പരിശോധിച്ചുകൊണ്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തേരിൽ ഉയരുക. ാണ് ഇതിലുള്ളത് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ബെൽറ്റുകളുണ്ട് കൃത്യമായി. അതെ അതെ, സുരക്ഷാ ബെൽറ്റുകൾ ഉറപ്പിച്ച് അത് കൃത്യമായ രീതിയിൽ ഈ കുഞ്ഞുങ്ങളെയും ഈ തൂക്കക്കാരെയും ബന്ധിപ്പിച്ച് അല്ലേ, പരസ്പരം ബന്ധിപ്പിച്ച് ആ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ തരത്തിലും, ഒരു തരത്തിലും നിങ്ങൾക്ക് ആശങ്ക വേണ്ട, ഒരു തരത്തിലും നിങ്ങൾക്ക് ഒരു ഭയപ്പാടിൻ്റെയും ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ സംഘാടകർ പറയുന്നത്. അത് ഉറപ്പിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വില്ലിപ്പോൾ താഴ്ന്ന് ആ കുഞ്ഞുങ്ങളെ ഉറപ്പിച്ച, ആ ബന്ധിപ്പിച്ച, അതിപ്പോൾ അഴിച്ചെടുക്കുകയാണ് അല്ലേ? അങ്ങനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കും. ഈ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തായിട്ട് മറ്റു കുഞ്ഞുങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്, മാതാപിതാക്കളും ഒരുങ്ങിയിട്ടുണ്ട്, തൂക്കക്കാരും ഒരുങ്ങിയിട്ടുണ്ട്. ഇനി അവരുടെ കൈകളിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊടുക്കും. അവരും ഈ ഉയരങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ അനൗൺസ്മെന്റുകൾ നൽകിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ പോലും പറ്റില്ല എന്നുള്ളതാണ്. അതെ 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 അതെ, ഇതാ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തേര് ഉയരുകയാണ്. 4 തൂക്കക്കാരുടെ കൈകളിൽ ഇതാ 4 പിഞ്ചോമനകളാണുള്ളത്. അവരെയും കൊണ്ടിതാ അമ്മയുടെ തിരുസന്നിധിയിൽ ഈ തേര് ഉയരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ തേര് മുന്നോട്ട് പോകും. തേര് വലിക്കുന്ന വലിയക്കാരുണ്ട്. അവർ പ്രത്യേക താളത്തോടെ, ഭക്തിസാന്ദ്രമായ മനസ്സോടെ, ഭക്തിസാന്ദ്രമായ മന്ത്രങ്ങളോടെ തന്നെയാണ് ഈ തേര് വലിക്കുന്നത്. അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് ഈ തേര്. സമയത്തിനകം തന്നെ പ്രദർശനം പൂർത്തിയാക്കി ഈ തിരുസന്നിധിയിലേക്ക് തന്നെ വരും. കാണുമ്പോഴാണ് കണ്ണ് നിറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥന സഫലമായതിന്റെ ഒരു വലിയ നിർവൃതിയോടുകൂടി നിൽക്കുന്ന അമ്മമാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അമ്മേനെ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ആത്മീയമായ ഒരു സന്തോഷം ആ അമ്മയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം അവർ ഈ പ്രദക്ഷിണം പൂർത്തിയാകുന്നത് വരെ ഈ തിരുസന്നിധിയിൽ അമ്മയുടെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണല്ലേ? ശില്പ പറഞ്ഞ പോലെ തന്നെയാണ് സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആത്മനിർവൃതിയോടെ തന്നെയാണ് ഈ മാതാപിതാക്കൾ ഇവിടെ നിൽക്കുന്നത്. കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ടായ കുഞ്ഞുങ്ങളായിരിക്കാം. അപ്പൊ ആ കുഞ്ഞുങ്ങളെ കിട്ടിയ സന്തോഷം അമ്മയെ അറിയിക്കുകയാണ് അവര്. അപ്പൊ അതുകൊണ്ട് ആ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന അമ്മമാരും ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? അതെ അതെ, ആ സന്തോഷം തന്നെയാണ്, അത്രമേൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് എല്ലാവരുടെയും മുന്നിലുള്ളത്. പ്രദക്ഷിണം പൂർത്തിയാക്കി ഈ തേര് ഇപ്പോൾ തിരുസന്നിധിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇനി ആ കുഞ്ഞുങ്ങളെ തൂക്കക്കാർ താഴെയിറക്കും. അതിനുശേഷം അടുത്ത തൂക്കക്കാരും തയ്യാറായി നിൽക്കുകയാണ്, കുഞ്ഞുങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. 1 മണിക്കൂറിൽ ഏതാണ്ട് 15-19 ഈ തൂക്കക്കാരാണ് പ്രദക്ഷിണം വയ്ക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 1124 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തേര് പൂർത്തിയാവുക. 1 ദിവസമെടുക്കും. ഇന്ന് രാവിലെ 6:30 തുടങ്ങിയതെങ്കിൽ ഇന്ന് അർദ്ധരാത്രി വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കും. നമുക്ക് 2 നേർച്ച തൂക്കക്കാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരോട് അവരുടെ ഒരു അനുഭവം കൂടി ചോദിക്കാം. പേര്? അനുപ്രതീഷ്. നവനി. എത്ര കാലമായി? 17 വർഷമായി തോന്നുന്നു. എങ്ങനെയാണ് ആ ഒരു അനുഭവം? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. ദേവിയുടെ സന്നിധിയിൽ കഴിഞ്ഞ 17 വർഷമായി തൂക്കനേർച്ചയ്ക്ക് കുഞ്ഞുങ്ങളെ തൂക്കാനായി നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നുണ്ട്. എല്ലാം ദേവിയുടെ അനുഗ്രഹം. ഫസ്റ്റ് പ്രാവശ്യം ആദ്യമായിട്ടാണ്. അപ്പോ പേടിയുണ്ടോ? എങ്ങനെയാണ്? എന്തായാലും ദേവി കാത്തോളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പേടിയില്ല. കുഞ്ഞുങ്ങളുമായി ഇപ്പൊ ഉയരത്തിലേക്ക് പോകുമ്പോ
കുഞ്ഞുങ്ങളെ എത്രത്തോളം ചേർത്ത് പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ ഭയക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മളെ ശക്തിപൂർവ്വം പിടിക്കണമെന്നില്ല. നമ്മുടെ ദേവിയുടെ സങ്കല്പമാണ് തൂക്കക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ദേവിയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. ദേവിയുടെ അനുഗ്രഹം ചൊരിയാനായിട്ടാണ് ദേവി തന്നെ ഫലം വെച്ച് വരുന്നത്. അതെ, പിന്നെ നമുക്കറിയാം ഈ ശാരീരികമായും മാനസികമായുള്ള ഒരു പ്രാപ്തി അതിനുശേഷമാണ് നിങ്ങളിങ്ങനെ വലിയ തൂങ്ങുന്നത്. ആ ഒരു ചിട്ടവട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്? ചിട്ടവട്ടം എന്ന് പറയുന്നത് 4ാമത്തെ ദിവസം മുതലാണ്, ഉത്സവ ദിവസം മുതലാണ് നമ്മളിവിടെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് നറുക്കെടുപ്പിലൂടെ ക്രമം അനുസരിച്ച് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ വസ്ത്രധാരണം എന്ന് പറയുന്നത് പട്ടും കച്ചയും അവരുടെ ക്രമ നമ്പർ അനുസരിച്ചുള്ള നമ്പറും ഉണ്ടാവും. വേറെ വസ്ത്രങ്ങളൊന്നുമില്ല. ക്ഷേത്ര പരിസരത്തിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കണം. ഇവിടുത്തെ പരിമിതികളുള്ളിൽ എല്ലാം കഴിയേണ്ടതാണ്. ഇവിടെ 3 നേരം നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്ക്. ലഘുഭക്ഷണമായി നമ്മൾ മറ്റു കടകളിൽ നിന്നും സർബത്ത് അങ്ങനെ ലഘുഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. നല്ലൊരു ഇതാണ്. ദേവിയുടെ സന്നിധിയിൽ തന്നെ നമുക്ക് 24 മണിക്കൂറും കഴിഞ്ഞുകൂടാൻ പറ്റുന്നത് തന്നെയാണ് മഹാഭാഗ്യം. ഇപ്പൊ കുറച്ച് സമയം മുമ്പ് പറഞ്ഞു, കാരണം അമ്മയ്ക്കുള്ള ഒരു സമർപ്പണം കൂടിയാണ് നിങ്ങൾക്കും. ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സമർപ്പിക്കുന്നത് പോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് തൂക്ക നേർച്ച അതും ഒരു സമർപ്പണം തന്നെയാണ് അല്ലെ. അതിന്റെ ഒരു സന്തോഷവും ആ അമ്മയ്ക്ക് മുന്നിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു വലിയൊരു ഭക്തിയും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് അല്ലേ? അതെ അതെ. അമ്മയുടെ മുന്നിൽ ഓരോ കുഞ്ഞുങ്ങളുടെ നേർച്ചയായി കണക്കാക്കി ഓരോ അമ്മമാരും ഭക്തിപൂർവ്വം നിൽക്കുമെങ്കിലും അതോടൊപ്പം ഒരു തൂക്കക്കാരനായ ദേവി സന്നിധിയിൽ കഴിഞ്ഞു കൂടുന്നത് തന്നെ മഹാഭാഗ്യമായി കരുതുന്നു. ആദ്യമായിട്ട് അമ്മയുടെ സേവകനായി മാറുകയാണ്. അപ്പോൾ അതിലെത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അടുത്ത വർഷം നിൽക്കാൻ പറ്റുമെന്നോലും അറിയത്തില്ല. ഞാനിപ്പോൾ കിട്ടിയ ഭാഗ്യം ദേവിയുടെ അനുഗ്രഹം വിചാരിച്ചു. ഇതൊരു നിയോഗവും ഭാഗ്യവുമായിട്ടാണ് കാണുന്നത്. അതെ അതെ, വല്ലാത്തൊരു ഭാഗ്യമാണ്. കാരണം എല്ലാവർക്കും അങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എനിക്ക് ആദ്യം ഈ കുഞ്ഞ് വന്നോലും ഇല്ല. പെട്ടെന്ന് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്ന് നിന്നപ്പം എന്നോ പെട്ടെന്ന് വന്നത് കുഞ്ഞാണ്.